ക്രിസ്ത്യൻ സഭകളെ പറ്റിയും അത് ഇലക്ഷനിൽ അവരെടുത്ത സമീപനത്തെ പറ്റിയും അതേപ്പറ്റി ശ്രീ PC ജോർജും അദ്ദേഹത്തിൻ്റെ മകൻ ഷോൺ ജോർജും നടത്തിയ പ്രസ്താവനകളെ പറ്റിയും എല്ലാം വളരെ ചർച്ചകൾ നടക്കുന്ന ഒരു സമയമാണ്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. കേരളത്തിലെ ക്രിസ്ത്യൻ പോപ്പുലേഷൻ എന്ന് പറയുന്നത് മൊത്തം 18%. ആ 18%-ൽ 6% ലാറ്റിൻ ക്രിസ്ത്യനാണ്. ബാക്കി ഒരു 6%-ലധികം ഏകദേശം അത് CSI അതുപോലുള്ള പെന്തക്കോസ്ത് സഭകളും മറ്റുമാണ്. അത് കഴിഞ്ഞിട്ടുള്ളവരെ നമ്മൾ പറയുന്ന സീറോ മലബാറും അതുപോലെ മാർത്തോമ, ഓർത്തഡോക്സ്, ജാക്കോബേറ്റ് എല്ലാവരും കൂടി വരുന്നുള്ളൂ. ഇതിൽ ഞാൻ കാണുന്ന പ്രത്യേകത ഇപ്പോഴത്തെ BJP നേതൃത്വം ചെയ്യുന്നത് ഈ അവസാനം പറഞ്ഞ കൂട്ടരുടെ മുന്നിൽ പോയി മുട്ടുകുത്തി നിന്ന് അതല്ലെങ്കിൽ അവർക്ക് കേക്ക് കൊണ്ടുകൊടുത്ത് അതല്ലെങ്കിൽ അവർ പറയുന്നത് മാത്രം അനുസരിക്കുന്ന ഒരു സ്വഭാവമാണ്. ഒന്ന് മനസ്സിലാക്കണം, ചില സഭകൾക്ക് മതപരിവർത്തനം ഒരു ലക്ഷ്യമാണ്. ആ ലക്ഷ്യത്തിന് വിഘാതമാകുന്ന യാതൊന്നിനെയും വോട്ട് ചെയ്ത് വിജയിപ്പിക്കാനായി അവർ സമ്മതിക്കില്ല എന്നുള്ള യാഥാർത്ഥ്യം BJP മനസ്സിലാക്കാത്തിടത്തോളം കാലം കേരളത്തിൽ ഇത്തരം വൃത്തികേടുകൾ സംഭവിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ എന്ത് തന്നെ ചെയ്താലും, നിങ്ങൾ അവരിൽ ഒരാളെ BJP പ്രസിഡൻ്റാക്കിയാലും പ്രധാനമന്ത്രിയാക്കിയാലും അവർക്ക് മതപരിവർത്തനം നടത്താൻ സൗകര്യങ്ങളില്ലെങ്കിൽ അവർ അതിന് വോട്ട് ചെയ്യുകയില്ല എന്ന പച്ചയായ യാഥാർത്ഥ്യം ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് അപ്പർ കാസ്റ്റ് ക്രിസ്ത്യൻ എന്ന് ഞാൻ വിളിക്കേണ്ടി വരുന്ന കാരണം ഇവരിൽ പലരും പറയുന്നത് സെൻറ് തോമസ് കേരളത്തിൽ വന്ന സമയത്ത് മതപരിവർത്തനം നടത്തിയ ബ്രാഹ്മണ കുടുംബങ്ങളിൽപ്പെട്ട ആളുകളുടെ പിന്മുറക്കാരാണ് ഇവരെന്നാണ്. പക്ഷേ സെൻറ് തോമസ് കേരളത്തിൽ വന്നിരുന്നോ എന്നുള്ളത് തന്നെ അത് വളരെ സംശയാസ്പദമായ ഒരു കാര്യമായിട്ട് തന്നെ നിൽക്കുന്നു. ഇനി വന്നു എന്ന് തന്നെ വിചാരിക്കട്ടെ, പക്ഷേ ആ സമയത്ത് കേരളത്തിൽ നമ്പൂതിരിമാർ ഇല്ലായിരുന്നു എന്നുള്ളത് മറ്റൊരു ചരിത്ര സത്യമാണ്. അപ്പോൾ ഏതായാലും അതിന് ക്രെഡിറ്റ് എടുക്കുന്നത് താഴ്ന്ന ജാതിയിൽ നിന്ന് മതപരിവർത്തനം ചെയ്തു എന്നതിൽ യാതൊരു ക്രെഡിറ്റുമില്ല. ഏറ്റവും മുതിർന്ന ജാതിയിൽ നിന്ന് മതപരിവർത്തനം ചെയ്തു എന്ന കാര്യത്തിലാണ് ക്രെഡിറ്റ് എടുക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പർ കാസ്റ്റ് ക്രിസ്ത്യൻ. ആ അപ്പർ കാസ്റ്റ് ക്രിസ്ത്യാനിയെ പ്രീണിപ്പിക്കാനാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖരും കൂട്ടരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 6% പരമാവധി വോട്ടിന് വേണ്ടി. അദ്ദേഹം മനസ്സിലാക്കണം, വിശ്വകർമ്മ സഭയും അതുപോലെ ധീവരസഭയും കൂടിയാൽ തന്നെ ഏകദേശം 8% വോട്ട് വരും. അവരെ വേണ്ട. അതുകൂടാതെ എത്രയോ ഗണിക, കണിക അതുപോലുള്ള നിരവധി ഹിന്ദു സഭകൾ കേരളത്തിൽ ബാക്കിയുണ്ട്. അവരുടെ ഒന്നും വോട്ട് വേണ്ട. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുകയാണ്, വളരെ തെറ്റായ ഒരു നയമാണ് ഇപ്പോഴത്തെ BJP നേതൃത്വം സ്വീകരിച്ചത്. അതുപോലെ ഈ പറയുന്ന മെത്രാന്മാർക്കും മറ്റും എന്ത് പ്രൊട്ടക്ഷനാണ് അവർ രാഷ്ട്രീയത്തിൽ സ്വതന്ത്രമായി ഇടപെടുമ്പോൾ ലഭിക്കുന്നത്? രാഷ്ട്രീയം പറഞ്ഞാൽ അവർ രാഷ്ട്രീയക്കാരായി. അവർക്ക് പിന്നീട് ലോഹയുടെ പ്രൊട്ടക്ഷൻ ഇല്ല. ലോഹയുടെ പ്രൊട്ടക്ഷൻ കിട്ടണമെങ്കിൽ അവർ പുരോഹിതൻ്റെ റോൾ മാത്രം നിൽക്കണം. ഏതെങ്കിലും പൂജാരി ഇറങ്ങി വന്ന് അമ്പലത്തിൽ നിന്ന് പ്രഖ്യാപിക്കുന്നുണ്ടോ നിങ്ങൾ ഇന്ന പാർട്ടിക്ക് വോട്ട് ചെയ്യണമെന്ന്? അപ്പോൾ ആ പ്രഖ്യാപനം നടത്തുന്ന ലോഹയിട്ട പുരോഹിതന് എന്തിനാണ് പ്രത്യേക പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത്? വെള്ളിയാഴ്ചകളിലും ഞായറാഴ്ചകളിലും ഇത്തരം കാര്യങ്ങൾ പറയാൻ ഹിന്ദുവിന് ആരുമില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാത്തവരാണോ ഇപ്പോഴത്തെ BJP കേരളത്തിൻ്റെ നേതൃത്വത്തിൽ ഉള്ളവർ? ഇത് പറയുമ്പോൾ പലർക്കും പൊള്ളുന്നത് എന്തിനാണ്? അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, ഇത് ആരെ പേടിപ്പിക്കാനാണ് ഈ സഭകൾ, ഈ 6% വോട്ടുള്ള സഭകൾ ശ്രമിക്കുന്നത്? പോണാൽ പോകട്ടും പോടാ എന്നാണ് അതിനുള്ള മറുപടി. അത്രയേ ഉള്ളൂ. കാരണം അവരുടെ ഒന്നും സഹായമില്ലാതെ ജയിക്കാനായി 95 സീറ്റുകൾ കേരളത്തിൽ വേറെ കിടപ്പുണ്ട്. അതായത് ഒരു മതാടിസ്ഥാനത്തിൽ വിഭജനം നടന്നാൽ 95 സീറ്റുകളിൽ ജയിക്കാനായിട്ട് ഇപ്പോഴും സാധിക്കുമെന്നുള്ള യാഥാർത്ഥ്യം, നഗ്ന യാഥാർത്ഥ്യം ഈ BJP നേതൃത്വം ഇപ്പോഴും മനസ്സിലാക്കുക. ഞാൻ മതാടിസ്ഥാനത്തിൽ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നതല്ല, പക്ഷേ ആ രീതിയിൽ ആരെങ്കിലും പ്രവർത്തിക്കുന്നു എന്ന് കാണുമ്പോൾ അതിന് മറുപടി കൊടുക്കേണ്ടേ? ടു എവറി ആക്ഷൻ ദർ ഇസ് ആൻ
ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. അതുകൂടി ഇവർ മനസ്സിലാക്കണം. നമ്മളെ ഇത്തരത്തിൽ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. അത് എന്തുകൊണ്ടാണ് ഇവർ ലാറ്റിൻ കാത്തലിക് സഭകളെയും അതുപോലെ CSI സഭകളെയും ഒന്നും പ്രീണിപ്പിക്കാൻ ശ്രമിക്കാത്തത്? അവർ ഇത്തരം ഒബ്ജക്ഷനുമായിട്ടൊന്നും വരുന്നുമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ FCRAയുടെ കാര്യത്തിൽ തന്നെ നോക്കിയാൽ കാണാം, അതിന് ഒബ്ജക്ഷൻ കേരളത്തിൽ നിന്ന് മാത്രമാണ്. അത് നമ്മൾക്ക് കാണാവുന്നതുപോലെ ഏകദേശം 12,000-ലധികം പുരോഹിതരും 20,000-ഓളം കന്യാസ്ത്രീകളും ഇന്ത്യയിലും വിവിധ ഭാഗങ്ങളിലും മറ്റിടങ്ങളിലും മതപരിവർത്തനത്തിനായിട്ട് ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഇന്ത്യയിലെ ഹിന്ദു ജനസംഖ്യ 75% കുറഞ്ഞു എന്ന് ബഹുമാനപ്പെട്ട ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീ അമിത്ഷാ തന്നെ പറഞ്ഞിരിക്കുന്നു. ഇനിയും അത് താഴുകയാണ് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ക്രിപ്റ്റോ ക്രിസ്ത്യൻ എന്ന യാഥാർത്ഥ്യത്തിൽ ക്രിസ്ത്യനാകുന്നുവോ വലിയൊരു ഇടിവാണ് ഹിന്ദു ജനസംഖ്യയുടെ പെർസെൻറ്റേജിൽ വരാൻ പോകുന്നത്. ഇത് യാഥാർത്ഥ്യമായിരിക്കെ ഇനിയും മതപരിവർത്തനം നടത്തി ഹിന്ദുവിനെ ഇന്ത്യയിൽ തന്നെ ഒരു മൈനോറിറ്റി ആക്കാനുള്ള സംവിധാനം ഒരുക്കാനാണോ കേരളത്തിലെ ഈ BJP നേതൃത്വം തയ്യാറെടുപ്പ് നടത്തുന്നത്? ഞങ്ങൾക്ക് തീർച്ചയായിട്ടും അതിനെ എതിർക്കേണ്ടി വരും. അതുകൂടി എല്ലാവരും മനസ്സിലാക്കുക. ജയ് ശ്രീറാം.